ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കാമെന്ന്. നല്ല എളുപ്പമാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് വേണം. നുറുക്ക് ഗോതമ്പൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ, നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ഒരു 250 ml ഗ്ലാസ്സിലാണ് കേട്ടോ എടുത്തേക്കണേ. ഈ ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്, 250 ml. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ 250 ml മെഷർമെൻറ്റ് കപ്പിലെടുക്കുക. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക. ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 വട്ടം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കണം. ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഏകദേശം ഇരട്ടി വെള്ളം ഒഴിക്കാം. ഇനി ഇത് നമുക്കൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ അങ്ങ് അടച്ചു വെച്ചിട്ട് കുതിർത്ത് വയ്ക്കാം. 4-5 മണിക്കൂർ എന്ന് പറയുന്നത് മിനിമം സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് രാവിലെയാണ് ഇത് അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെ അരച്ചിട്ടുണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിക്കൂർ നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്കൊരു 2-3 പ്രാവശ്യം കൂടിയിട്ട് കഴുകിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിൽ തന്നെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് പ്രശ്നമില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്ക് വെള്ളം വാർത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാവാക്കി എടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. കഴുകി വാർത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർക്കാം. കണ്ടോ, ഇതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, അത്യാവശ്യം വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇത് അരയ്ക്കുമ്പോഴും വെള്ളം ചേർക്കണമല്ലോ. വെള്ളം കൂടി പോകാൻ പാടില്ല. ഞാൻ പറയണ അത്രയും വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നല്ലോണം വാർത്ത് കളയാൻ പറയണത്. എന്നാലാണ് നമ്മൾ രണ്ടുപേരും ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കണം കേട്ടോ. ഒരു 3/4 കപ്പ് തേങ്ങാപ്പീര ചേർക്കാം നമുക്കിതിലേക്ക്. ഞാൻ നേരത്തെ നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തിട്ടുണ്ടായിരുന്ന ആ സെയിം ഗ്ലാസ്സില്ലേ, അതിൽ തന്നെയാണ് കേട്ടോ തേങ്ങാപ്പീര എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര നുറുക്ക് ഗോതമ്പ്, ഏതളവിലാണോ നുറുക്ക് ഗോതമ്പ് എടുക്കണത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 അളവിൽ തേങ്ങാപ്പീര എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് 3/4 ഗ്ലാസ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 ഗ്ലാസ് ഉണ്ട്, ആ സെയിം ഗ്ലാസ് തന്നെ. ചെറിയൊരു പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര പുളിയുള്ള തൈര് നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അപ്പത്തിനും ഭയങ്കര പുളി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുളി കുറവുള്ള തൈര് അല്ലെങ്കിൽ പുളി ഇല്ലാത്ത തൈരാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ചേർക്കാം നമുക്ക്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ സാദാ ജീരകം. പെരുംജീരകമല്ല, സാദാ ജീരകം. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക, ചേർക്കുക വേണ്ട കേട്ടോ. ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ ചേർക്കുന്ന എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അല്ലാതെ നമ്മൾ അപ്പം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താലും മതി. ആദ്യമേ കുറേ ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇത് അരച്ചെടുക്കണമല്ലോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുതിർത്തതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. പിന്നെ തേങ്ങാപ്പീരയും അത്യാവശ്യം സോഫ്റ്റാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ആദ്യമേ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കരുത് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ച് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് അടിച്ചിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കട്ടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർത്താൽ മതി. ആദ്യമേ കുറേ ചേർക്കേണ്ട, തൈരൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ടേ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ എങ്ങനെയാണോ അരയ്ക്കണത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അത് ബേക്കിംഗ് സോഡയാണ്. അത് വളരെ കുറച്ച് മതി. നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അപ്പം നന്നായിട്ട് പൊന്തി നല്ല ഹോൾസൊക്കെ ആയിട്ട് വരും. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു ടെക്സ്ചർ ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ, ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ.
നിങ്ങൾക്കിത് അപ്പച്ചട്ടിയിലും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ പരന്ന പാനിൽ ചെയ്യണതാണ്. നമ്മളിതിനെ അപ്പം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ദോശയുടെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന്. ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചട്ടി ചൂടായിട്ട് വരുന്നേരം നിങ്ങൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം ഒഴിക്കുന്നതിന് മുന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓരോ തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അങ്ങനെ ഒരുപാട് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് നീക്കി കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ ദോശ പോലെ ഒത്തിരി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ചൂട് തട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നല്ല ഭംഗിയിൽ ഹോൾസൊക്കെ വരണത് കാണാൻ പറ്റും. ഈ ഹോൾസ് വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മീഡിയത്തിൽ നിന്ന് അതൊന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം. അതുപോലെ തന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ 2 സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ അപ്പവും ചുട്ടെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. നമ്മൾ സാധാരണ ദോശ എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ചട്നിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളിച്ചമ്മന്തിയോ അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾ എന്ത് കറിയാണോ കഴിക്കണത് അതിൻ്റെ കൂടെയൊക്കെ ഇതും പോവും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താഴെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിനി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.